കൃഷിച്ചെലവ് വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ കടുത്ത പ്രതിസന്ധിയിലായി ക്ഷീരകർഷക മേഖല. പിടിച്ചു നിൽക്കാൻ പാൽവില വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വില വർധനവ് മാസങ്ങളായി പരിഗണനയിലുണ്ടെങ്കിലും സർക്കാർ തീരുമാനം വൈകിപ്പിക്കുന്നത് ദുരൂഹമാണെന്ന് മിൽമ മുൻ മേഖലാ ചെയർമാൻ പ്രൊഫസർ TP മർക്കോസ് പറഞ്ഞു. എത്രയും വേഗം വില വർധന നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വിലവർധനവും പച്ചപ്പുൽ ലഭ്യതയിലെ കുറവും മറ്റു ചെലവുകളിലെ വർധനവും ക്ഷീരകർഷകരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് പാലുൽപാദനത്തിലുണ്ടായിട്ടുള്ള കുറവ് മറ്റൊരു പ്രശ്നമാണ്. പാൽവില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നാണ് കർഷകരുടെ നിലപാട്. നിരവധി പേർ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇതേ അവസ്ഥ തുടർന്നാൽ കൊഴിഞ്ഞുപോക്കിന്റെ ആക്കം വർദ്ധിക്കും. വലിയ നഷ്ടം നേരിട്ടാണ് കർഷകർ മുന്നോട്ട് നീങ്ങുന്നതെന്ന് കോഴിപ്പള്ളി ക്ഷീരകർഷക സംഘത്തിന്റെ പ്രസിഡന്റും മിൽമയുടെ മുൻ മേഖലാ ചെയർമാനുമായ പ്രൊഫസർ TP മർക്കോസ് പറഞ്ഞു. കർഷകരെ സംബന്ധിച്ചോളം വലിയ ഒരു ഉപദ്രവമാണത്. ഒരു തരത്തിലും മുട്ടൊന്നും നിർത്തിയില്ല ആണ് സമ്പ്രദായം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരു പശു വളർത്തുന്നുണ്ട്. ഇപ്പോൾ 6 ലിറ്റർ പാല് ഇപ്പോൾ പാലുള്ളൂ. 6 ലിറ്റർ പാലിൽ ഒരു 2 ലിറ്റർ പാലിൻ്റെ വീട്ടാവശ്യത്തിന് 4 ലിറ്റർ പാല് സംഘത്തിൽ കൊടുത്താൽ ആഴ്ചയിലൊരിക്കലും ഒരു ചാക്ക് കാലത്തിട്ടാണ് മേടിക്കും. അതിനുള്ള പൈസ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് മറ്റെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ വേലക്കാരനെ അവരെ കൊണ്ട് ഞാൻ പുല്ല് മുറിപ്പിക്കുന്നത്, അവർക്ക് പുല്ല് കൊടുക്കണ്ടേ. അതുപോലെ മറ്റെന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ സുലത്തിന് കറപ്പിക്കുക ഒരു ദിവസം 100 രൂപ കറക്കൂലി കൊടുക്കണം. ലക്ഷത്തിൽ നഷ്ടത്തിനാണ് ഇപ്പോൾ പോകുന്നത്. 6 ലിറ്റർ പാൽ ഇപ്പോൾ 6 ലിറ്റർ പാൽ 10 ലിറ്റർ പാൽ അവർ കിട്ടി കൊടുക്കുന്നതാണ്. ഇപ്പോൾ 6 ലിറ്റർ പാൽ കൊടുക്കുക കറവ് നിൽക്കാറായി. അതുകൊണ്ടാണ് അപ്പം എൻ്റെ അനുഭവം അതാണ്. അങ്ങനെ ബാക്കിയുള്ളതാണ് പിന്നെ പറയാറുണ്ട്. പക്ഷേ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, പുൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ പുല്ലില്ല എങ്കിലും ഉള്ള പറമ്പിൽ നിന്നൊക്കെ പുല്ല് എത്തി കൊടുക്കാം. അതിപ്പോൾ നമ്മൾ കൂലിക്ക് ആൾ നിർത്തി വെട്ടി കൊടുക്കുകയാണ്. അതെല്ലാം കണക്കാക്കിയാൽ നഷ്ടത്തിന് ഭയങ്കര നഷ്ടത്തിനാണ്. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വളരെ കാലമായി ഉയരുന്നതാണ്. മിൽമ ഇക്കാര്യം സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല. വിലവർധനവിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനും അനുകൂല റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ലിറ്ററിന് 6 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള നിർദ്ദേശം. വില വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ തീരുമാനം വൈകുന്നത് ദുരൂഹമാണ്. എത്രയും വേഗം വിലവർധനവ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് TP മർക്കോസ് പറഞ്ഞു. ഇപ്രാവശ്യം ഇപ്പോൾ നാളുകളായി ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി പാൽവില കൂട്ടണം നിരന്തരമായ ആവശ്യം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ട്, ഭരണസമിതികളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇതേവരെ ഗവൺമെൻറ് സംഭവം നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫെഡറേഷൻ ലെവലിൽ തീരുമാനമെടുത്ത് സർക്കാരിന് കൊടുത്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഓണം കഴിയട്ടെന്ന് പറഞ്ഞു, പിന്നെ തിരുവര പഞ്ചായത്തിൽ ഇലക്ഷൻ കഴിയട്ടെന്ന് പറഞ്ഞു, പിന്നെ അസംബ്ലി ഇലക്ഷൻ കഴിയട്ടെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും നടപ്പാക്കാൻ ഗവൺമെൻറ് സമ്മതിക്കേണ്ടതാണ്. പക്ഷേ ഇവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ കുറിച്ച് പഠിക്കാനായിട്ട് വില വർധന അനിവാര്യമാണോ അത് പഠിക്കാനായിട്ട്, അതിൽ ചിലവും കാര്യങ്ങളും പഠിക്കാനായിട്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 6 രൂപയെങ്കിലും ഒരു ലിറ്റർ വില വർദ്ധിപ്പിക്കണം എന്നാണ് കൊടുത്തിരുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കൊടുത്ത മാസങ്ങളായി. പക്ഷേ ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല. വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം ഇതിനാവശ്യമില്ല, ഫെഡറേഷൻ ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സാമാന്യ രീതി അനുസരിച്ച് ഗവൺമെൻറ്റുമായിട്ട് ഒരിക്കലും എതിർത്ത് പോകാറില്ല, ഗവൺമെൻറ് യോജിച്ച് പോകാറുള്ളൂ. അപ്പോൾ എപ്പോഴും ഗവൺമെൻറ് ഒരു അംഗീകാരത്തിന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്, ഗവൺമെൻറ് അംഗീകാരം തരാറുണ്ട്. അങ്ങനെ അതാണ് മുമ്പോട്ട് രീതി, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് ഏറെന്നറിയ ഇതേവരെ തീരുമാനം കൊടുത്തിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് രാഷ്ട്രീയമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.